ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാ ഇന്ത്യ ബംഗാരോ എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നായികയായ സ്വർണ്ണയും അവളുടെ ഹസ്ബൻഡ് അനിരുദ്ധിനെയുമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് അനിരുദ്ധ് അവന്റെ വീട്ടുകാരെല്ലാം എതിർത്തുകൊണ്ട് സ്വർണ്ണയെ വിവാഹം കഴിച്ചത് കാരണം വീട്ടുകാരുമായിട്ട് അവന്റെ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. സ്വർണ്ണ ഒരു അനാഥയായിരുന്നു. എന്നാൽ അനിരുദ്ധിന്റെ സഹോദരിയുടെ വിവാഹമാണ്. അനിരുദ്ധിന്റെ അനിയൻ ശരത്താകട്ടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനിരുദ്ധിനെയും സ്വർണ്ണയും വിളിച്ചു. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് അനിരുദ്ധിന്റെ വീട്ടിലേക്ക് ഇവർ എത്തുന്നത്. വന്നയുടനെ തന്നെ ശരത് അവരെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അനിരുദ്ധിന്റെ ശരത്തിന്റെ അച്ഛനായ രാമയ്യയോട് അനിരുദ്ധും സ്വർണ്ണയും വരുന്ന കാര്യം ശരത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് അവരെ കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം തോന്നി. ബാക്കിയുള്ളവരും സ്വർണ്ണയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ അനിരുദ്ധിന്റെ സഹോദരിയാകട്ടെ സ്വർണ്ണയോട് വന്ന് സംസാരിക്കുന്നു. വിവാഹം ഉറപ്പിക്കൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് വിവാഹം ഉണ്ടാകും. അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ശരത് അനിരുദ്ധിനോട് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും തന്നോടുള്ള ദേഷ്യം മാറാത്തത് കാരണം പെട്ടെന്ന് തന്നെ പോകാമെന്നായിരുന്നു അനിരുദ്ധ് സ്വർണ്ണയോട് പറയുന്നത്. തന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അനിരുദ്ധ ഫാമിലിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് സ്വർണ്ണയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ നിന്ന് കല്യാണമൊക്കെ കൂടിയിട്ട് പതിയെ പോകാമെന്നാണ് അവള് പറയുന്നത്. ഒടുവിൽ അനിരുദ്ധം സമ്മതിച്ചു. എന്നാൽ എല്ലാവരും സ്വർണ്ണയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവൾ ഏത് ജാതിയാണ്, ഏത് നാട്ടുകാരിയാണ്, അവളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയെന്ന്. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഏത് ജാതിയാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഓർഫനേജിലാ വളർന്നെന്നൊക്കെ അവള് പറയുന്നുണ്ട്. മറ്റേതോ ഒരു നാട്ടിൽ വളർന്നത് കാരണം അവളുടെ സംസാര ശൈലിയിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. ഈ ഫാമിലിയുമായിട്ട് അവൾ ഒത്തുപോകുമെന്നായിരുന്നു എല്ലാവരുടെയും ടെൻഷൻ. പല കറികളും ഉണ്ടാക്കാൻ അറിയാമോന്ന് അവരവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് പാചകമൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ട് ഇവരെ ഇംപ്രസ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു സ്വർണ്ണ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയം തന്നെ രാമയെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. വരാൻ പോകുന്ന ഇലക്ഷനിലെ കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയ സമയത്ത് കൂടുതൽ ആൾക്കാരും മധുസൂദനൻ റാവു എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് പറഞ്ഞത്. എന്നാൽ ഈ മധുസൂദനൻ പലതരത്തിലുള്ള ക്രൈമുകളും നടത്തിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ കേശവയ്യ എന്ന് പറയുന്ന ഒരാളെ കാൻഡിഡേറ്റ് ആക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഈ രാമയ്യയോട് മധുസൂദനൻ നല്ല ദേഷ്യവും തോന്നി. വരാൻ പോകുന്ന 10-ാം തീയതി ഇവിടെ മന്ത്രി വരുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് പോലീസുകാരെല്ലാം തന്നെ നല്ല സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അനിരുദ്ധിന്റെ അനിയൻ ശരത്ത് അവിടുത്തെ SI ആയിരുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് ജയിലിൽ കിടക്കുന്ന കരുണ എന്ന് പറയുന്ന ഒരാളെ വെങ്കണ്ണ എന്ന് പറയുന്ന ഒരാൾ വന്ന് കാണുന്നുണ്ട്. താൻ ബസ്സിൽ വെച്ചിട്ട് ജാൻസിയെ പോലൊരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നു. സ്വർണ്ണയെ കണ്ട കാര്യമായിരുന്നു ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ജാൻസിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ കണ്ട പെൺകുട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടമ്മയെ പോലെ നടക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അവളെപ്പോലെ തോന്നിയ സ്ഥിതിക്ക് നീ കണ്ട പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ കരുണ വെങ്കണ്ണയോട് പറയുന്നു. നമ്മുടെ സ്വർണ്ണയാകട്ടെ പിറ്റേന്ന് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൂജ തുടങ്ങിയ ശേഷമാണ് അവൾ അവിടേക്ക് പൂജയ്ക്ക് വരുന്നത്. പൂജ ചെയ്യാനോ ശ്ലോകങ്ങൾ ചൊല്ലാനോ ഒന്നും അവൾക്കറിയില്ല. അനിരുദ്ധിന്റെ സഹോദരിയാണ് പലതും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ശരത്തിന്റെ വൈഫ് അനസൂയയ്ക്കാകട്ടെ ഇതെല്ലാം നല്ലപോലെ അറിയാം. അവിടുത്തെ ഏറ്റവും നല്ല മരുമകളായിരുന്നു അനസൂയ. അവിടുത്തെ ജോലികളൊന്നും സ്വർണ്ണയെ കൊണ്ട് ചെയ്യാൻ അനസൂയ സമ്മതിക്കില്ല. നിങ്ങൾ വേറെ നാട്ടിൽ നിന്ന് വന്നതല്ലേ, ഇതൊന്നും നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അനസൂയ എല്ലാ ജോലിയും ചെയ്യും. സ്വർണ്ണയ്ക്കാകട്ടെ അവിടെ എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവരവരുടെ കാര്യത്തിന് അനസൂയയാണ് വിളിക്കുന്നത്. സ്വർണ്ണ BA എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവൾക്ക് കണക്കൊക്കെ നന്നായിട്ട് അറിയാം. അവിടുത്തെ കണക്കും കാര്യങ്ങളും എഴുതുന്ന ജോലി താൻ നോക്കിക്കൊള്ളാമെന്ന് സ്വർണ്ണ പറയുന്നു. അനസൂയയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയെങ്കിലും അവൾ തട്ടിയെടുത്തു. പക്ഷെ അപ്പോഴും സ്വർണ്ണയുടെ അമ്മായിയമ്മ കാശും താക്കോലും ഒക്കെ വെക്കാൻ അനസൂയയായിരുന്നു ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. സ്വർണ്ണയ്ക്ക് അതൊന്നും വെച്ച് ശീലം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും നല്ല സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്നും ഇവരെല്ലാം ഇംപ്രസ് ചെയ്യണമെന്നും ചിന്തിച്ചുകൊണ്ട് സ്വർണ്ണ തന്റെ കൂട്ടുകാരി കിരൺമയെ വിളിക്കുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. കുറച്ചു ദിവസം നീ എന്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കണമെന്നും എന്നെ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിപ്പിക്കണമെന്നും സ്വർണ്ണ പറയുന്നുണ്ട്. കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ കിരൺമയി സമ്മതിച്ചു. പിറ്റേന്ന് കിരൺമയി സ്വർണ്ണയുടെ നാട്ടിലെത്തി. എന്നാൽ അവളെ തൽക്കാലം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ അടുത്തൊരു ലോഡ്ജിൽ അവൾക്ക് റൂം എടുത്തു കൊടുത്തു. എന്നിട്ട് ഇവർ പോയി ആഹാരം വെക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നു. പല റെസിപ്പീസും കിരൺമയി സ്വർണ്ണയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണയുടെ വീട്ടില് കല്യാണൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയം ആ മധുസൂദനാകട്ടെ രാമയെ കണ്ടുവന്ന് വഴക്കുണ്ടാക്കുന്നു. ഇലക്ഷനിൽ തന്റെ പേര് നിർദ്ദേശിക്കാത്തതിന്റെ പേരില്. തൽക്കാലം കല്യാണ വീടായോണ്ട് രാമയ്യ പ്രശ്നത്തിനൊന്നും പോയില്ല. എന്താണെങ്കിലും മന്ത്രി വരുമ്പം തീരുമാനം അറിയാമെന്നാണ് അയാൾ പറയുന്നത്. കരുണ പറഞ്ഞിട്ട് വെങ്കണ്ണയാകട്ടെ സ്വർണ്ണയുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണയെ അവൻ ഫോളോ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി സ്വർണ്ണ പെട്ടെന്ന് കിരൺമയും കൂട്ടി അവിടെ നിന്നും പോയി. എന്നാൽ ഇവൻ തങ്ങളെ തന്നെ ഫോളോ ചെയ്ത് വരുന്ന കണ്ടിട്ട് സ്വർണ്ണ പോയി അവനോട് കാര്യം തിരക്കുന്നു. നീ ജാൻസി ആണോ എന്നാണ് വെങ്കണ്ണ ചോദിക്കുന്നത്. ഇനി മേലാൽ നീ ജാൻസി ആണെന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവൾ അവനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അന്ന് രാത്രി ആരും കാണാതെ അവൾ മറ്റൊരു ലേഡിയെ ഫോൺ ചെയ്യുന്നു. കരുണ ഇപ്പോഴും ജയിലിൽ തന്നെയാണോ, പുറത്തിറങ്ങിയെന്ന് ചോദിക്കുന്നു. അവൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് ആ ലേഡി ഇവളോട് പറയുന്നത്. അനിരുദ്ധാകട്ടെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലില് മെഡിക്കൽ ക്യാമ്പും മറ്റും സംഘടിപ്പിക്കുകയായിരുന്നു. അവിടെ സ്പെഷ്യലിസ്റ്റുകൾ കുറവായതുകൊണ്ട് അവൻ ഇവിടെ വരുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ സ്വർണ്ണ അവിടെ ഒരുപാട് ഡിഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ ഇവള് എപ്പോ എഴുന്നേറ്റുണ്ടാക്കിയെന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്നാൽ ശരിക്കും ഇതൊന്നും സ്വർണ്ണ ഉണ്ടാക്കിയതല്ല. അത് രാവിലെ എഴുന്നേറ്റ് കിരൺമയി എല്ലാം ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത്
സ്വർണ്ണയുടെ വീടിന്റെ ബാക്ക് ഡോർ വഴി അവൾക്ക് കൊടുത്തതാണ്. അങ്ങനെ അവിടുത്തെ പല കാര്യങ്ങളും രാത്രിയിൽ വന്ന് കിരൺമയി ചെയ്തിട്ട് പോകും. രാവിലെ ഇവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭംഗിയുള്ള കോലങ്ങൾ വരച്ചിട്ടുണ്ടാവും. അതുപോലെ പശുവിന്റെ പാല് കറന്നുകൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം സ്വർണ്ണ ചെയ്തതായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. അനസൂയക്ക് ശരിക്കും അസൂയ തോന്നാൻ തുടങ്ങി. എല്ലാവരുടെയും മുന്നിൽ തന്നേക്കാൾ നല്ല മരുമകളായിട്ട് സ്വർണ്ണ മാറുന്നുണ്ടല്ലോ എന്നായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരാരും അറിയുന്നുണ്ടായിരുന്നില്ല കിരൺമയിയാണ് സ്വർണ്ണ ഇതിനെല്ലാം സഹായിച്ചിരുന്നതെന്ന്. ദിവസങ്ങൾ കഴിയും തോറും പതിയെ പതിയെ അനിരുദ്ധും രാമയ്യയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു. വെങ്കണ്ണയാകട്ടെ കരുണയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ തേടിപ്പോയ പെൺകുട്ടി എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന്. അവൾ ശരിക്കും ജാൻസിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ജാൻസിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ അവളെ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചാൽ മതി. നിനക്കവളെ കൊല്ലാൻ പറ്റുകയാണെങ്കിൽ അവൾ ജാൻസി അല്ലാന്നും മറിച്ച് അവള് നിന്നെ ആക്രമിക്കുകയാണെങ്കിൽ അവൾ ജാൻസിയാണെന്നുമാണ് കരുണ പറയുന്നത്. പിറ്റേന്ന് രാവിലെ ആകട്ടെ അനസൂയ നേരത്തെ എഴുന്നേറ്റ് ആഹാരം എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷുകളായിരുന്നു അവൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ സമയം സ്വർണ്ണയും കൂട്ടി ബാക്കി ബന്ധുക്കാരെല്ലാം തന്നെ കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി. എന്നാൽ അമ്പലത്തിൽ വെച്ച് ചില ആൾക്കാർ തങ്ങളെ ഫോളോ ചെയ്യുന്നത് സ്വർണ്ണ ശ്രദ്ധിക്കുന്നുണ്ട്. അത് രാമയ്യയുടെ രാഷ്ട്രീയ എതിരാളി മധുസൂദനന്റെ ആൾക്കാരായിരുന്നു. രാമയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കുടുംബത്തെ ആക്രമിക്കാൻ വന്നതായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ സ്വർണ്ണയാകട്ടെ അവരെ പെട്ടെന്ന് അവിടെ നിന്നും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ ഗുണ്ടകൾ ഇവരെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. കാറിലിരുന്നു കൊണ്ട് തന്നെ സ്വർണ്ണ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. സ്വർണ്ണ ഇത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുകയും അവരിൽ നിന്നെല്ലാം തന്നെ തങ്ങളെ രക്ഷിക്കുകയും ചെയ്തതോടുകൂടി അനിരുദ്ധിന്റെ ഫാമിലിക്ക് സ്വർണ്ണയോടുള്ള സ്നേഹം കൂടി വന്നു. അനസൂയയാകട്ടെ എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കി കാത്തിരുന്നിട്ടും അവരെല്ലാവരും വന്ന ഉടനെ സ്വർണ്ണ എങ്ങനെയാണ് തങ്ങളെ രക്ഷിച്ചതെന്നും അവൾ എന്ത് നന്നായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനസൂയയുടെ ആഹാരമൊന്നും തന്നെ ആരും മൈൻഡ് ചെയ്തേയില്ല. അതോടുകൂടി അനസൂയക്ക് വീണ്ടും സ്വർണ്ണയോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. എന്നാൽ സംഭവം അറിഞ്ഞതോടുകൂടി രാമയ്യ ഇവരെ എല്ലാവരും വഴക്ക് പറയുന്നു. അത്രയും ദൂരമുള്ള അമ്പലത്തിലേക്ക് നിങ്ങൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് പോയത് എന്തിനാണെന്ന് ചോദിച്ച് രാമയ്യയുടെ മരുമകൻ ബുച്ചിരാജു മാത്രമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. തൽക്കാലം സ്വർണ്ണ അയാളോട് പറയുന്നുണ്ട് ബുച്ചിരാജു നിർബന്ധിച്ചതുകൊണ്ടാ തങ്ങൾ പോയതെന്ന്. മരുമകൻ പറഞ്ഞിട്ടാ പോയതെന്ന് പറയുമ്പോൾ രാമയ്യ അധികം വഴക്ക് പറയില്ല എന്ന് സ്വർണ്ണയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇത്രയും ക്ലോസ് ആവുകയും തങ്ങളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തതോടുകൂടി അനിരുദ്ധിന്റെ അമ്മയാകട്ടെ കാലാകാലങ്ങളായിട്ട് അവരുടെ കുടുംബത്തിൽ മൂത്ത മരുമകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാല സ്വർണ്ണയ്ക്ക് സമ്മാനമായി നൽകുന്നു. സ്വർണ്ണ പിറ്റേന്ന് കിരൺമയെ കണ്ടിട്ട് പറയുന്നുണ്ട്, എന്നും ഇങ്ങനെ നീ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നാ പോരാ, എന്നെയും കൂടി നല്ലപോലെ പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ഈസി ആയിട്ടൊന്നും അത് പഠിക്കാൻ പറ്റില്ല എന്നാണ് കിരൺമയി പറയുന്നത്. അന്ന് വെളുപ്പിനെയും പതിവ് പോലെ ആരും കാണാതെ കിരൺമയി സ്വർണ്ണയ്ക്ക് ആഹാരം കൊടുക്കാൻ വന്നു. ആഹാരവും കൊടുത്തിട്ട് കിരൺമയി പോയി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് സ്വർണ്ണ ശ്രദ്ധിക്കുന്നു. സ്വർണ്ണയാണോ ജാൻസി എന്ന് അറിയാനും അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വെങ്കണ്ണയും വേറെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. സൗണ്ട് കേട്ട് പുറത്തേക്കിറങ്ങിയ സ്വർണ്ണയാകട്ടെ നേരെ എത്തുന്നത് ഇവരുടെ മുന്നിലാണ്. അവളെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ തിരിച്ചടിക്കുകയാണെങ്കിൽ ജാൻസി ആയിരിക്കുമെന്ന് കരുണ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ആ സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു സ്വർണ്ണ പെരുമാറിക്കൊണ്ടിരുന്നത്. അവൾ ഈസി ആയിട്ട് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അവളുടെ അടികൊണ്ട് ഇവരെല്ലാവരും തെറിച്ചു വീണു. അടികൊണ്ട് ഇവരെല്ലാം നിലത്ത് കിടക്കുന്നത് കാരണം സ്വർണ്ണ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോകുകയായിരുന്നു. എന്നാൽ ആ സമയം വെങ്കണ്ണ എഴുന്നേറ്റ് അവളെ ആക്രമിക്കാൻ പിന്നാലെ ഓടി വരുന്നു. അയാളുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. പക്ഷെ കാൽ വഴുതി സ്വർണ്ണയുടെ മുന്നിലേക്ക് വെങ്കണ്ണ വീഴുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ തന്നെ ശരീരത്തിൽ കുത്തിക്കയറി അവൻ മരിച്ചുപോയി. സ്വർണ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. അവിടെയെല്ലാം ബ്ലഡ് വീണിരിക്കുന്നു. ആൾക്കാരെങ്കിലും ഉണർന്നു വരുന്നതിന് മുമ്പ് അവൾ ആ ഡെഡ് ബോഡിയും ബ്ലഡും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് കിരൺമയി വീണ്ടും അവിടേക്ക് വരുന്നത്. സ്വർണ്ണ ഡെഡ് ബോഡിയായിട്ട് നിൽക്കുന്ന കണ്ടതും കിരൺമയുടെ ബോധം പോയി. എന്നാൽ സ്വർണ്ണ അവളോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡി ആരും കാണാതെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ബ്ലഡ് എല്ലാം അവർ തുടച്ചു കളഞ്ഞു. അതിനുശേഷം ഡെഡ് ബോഡി ചാക്കിലാക്കി അവിടെയുള്ള കാറിൽ കൊണ്ടുവച്ചു. വണ്ടി പതിയെ സ്റ്റാർട്ടാക്കാതെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുവന്ന ശേഷം പിന്നീട് സ്റ്റാർട്ടാക്കി കുറച്ചു ദൂരം പോയി ഈ ഡെഡ് ബോഡി ഒരു കാട്ടിലേക്ക് കൊണ്ടു കളഞ്ഞു. എല്ലാവരും ഉണരുന്നതിന് മുമ്പ് അവൾ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ ശരിക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് കിരൺമയി സ്വർണ്ണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വർണ്ണ തന്റെ കഥ പറയുന്നത്. ചെറുപ്പത്തിൽ ഇവർ രണ്ടുപേരും ഒരേ ഓർഫനേജിലായിരുന്നു. അന്ന് നമ്മുടെ ഓർഫനേജിലെ വാർഡനാകട്ടെ നിന്നെ വളരെയധികം മോശമായിട്ട് നോക്കുന്നത് താൻ കണ്ടിരുന്നുവെന്ന് സ്വർണ്ണ കിരൺമയോട് പറയുന്നു. അന്നൊക്കെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പക്ഷെ നിന്നെ ഒരു വീട്ടുകാര് ദത്തെടുത്തു കൊണ്ടുപോയി. അതിനുശേഷം അയാള് എന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പലതവണ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. പലയിടത്തും പോയി പല ജോലികളും ചെയ്തു. ഒരു സ്ഥലത്തു നിന്ന് ജോലിയും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും ഇതുപോലൊരു വാർഡനുണ്ടായിരുന്നു. അയാളും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പല രാത്രികളിലും അയാൾ വാതിലിന് വന്ന് മുട്ടാൻ തുടങ്ങി. പേടിച്ചാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ആ സമയം പോലീസിൽ നിന്നൊക്കെ ഒളിച്ച് അവിടെ കുറച്ച് സംഘം താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ നല്ല ധൈര്യശാലികളായി തോന്നി. അവരുടെ മുന്നിൽ വെച്ച് ഈ വാർഡൻ എന്നെ ശല്യം ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ട് അവരവിടെ ഇരുന്ന പല വാക്കുകളും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ധൈര്യപൂർവ്വം തന്നെ ഉപദ്രവിക്കാൻ വന്ന ആ വാർഡനെ കത്തിയെടുത്ത് സ്വർണ്ണ കുത്തി. അവൾക്ക് ധൈര്യം പകർന്ന ആ സംഘത്തിലുണ്ടായിരുന്ന ആളായിരുന്നു കരുണ. ഞങ്ങളുടെ കൂടെ വരുന്നുവെന്ന് അവർ സ്വർണ്ണയോട് ചോദിച്ചു. ധൈര്യശാലികളായ അവരുടെ കൂടെ ജീവിക്കാൻ സ്വർണ്ണ തീരുമാനിച്ചു. അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവരുടെ കൂടെ കാട് കയറി. തെറ്റ് കണ്ടാൽ എതിർക്കുകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതെന്നാണ് സ്വർണ്ണ ആദ്യം കരുതിയത്. അതിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയായിരുന്നു.
തന്നെയായിരുന്നു. അവരവർക്ക് തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയും മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ആ കൂട്ടത്തിലെ കരുണയ്ക്ക് സ്വർണ്ണയോട് ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ സ്വർണ്ണയ്ക്ക് തിരിച്ചങ്ങനെ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. പക്ഷെ പതിയെ പതിയെ അവൾക്ക് മനസ്സിലായി കരുണ താൻ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നും അല്ലാന്ന്. ഈ സംഘത്തിലുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ടും പല തെറ്റായ പ്രവൃത്തികളും കരുണ ചെയ്തിട്ടുണ്ടായിരുന്നു. കരുണ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് കാരണം സംഘത്തിലുള്ള എല്ലാവരും അവനെതിരാകാൻ തുടങ്ങി. അവനെ പോലീസുകാർക്ക് പിടിച്ചുകൊടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. ഓൾറെഡി ഇവരുടെ സംഘത്തെ പോലീസുകാരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കരുണ ഇനി അടുത്തതായിട്ട് എവിടെയാണ് പോകാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ സ്വർണ്ണയാകട്ടെ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഒരു പോലീസുകാരൻ ചായ കുടിക്കാൻ വന്നപ്പോൾ അയാളുടെ തൊപ്പിക്കരികിലായിട്ട് അവളൊരു നോട്ട് വെക്കുന്നു. ഇൻഫർമേഷൻ കിട്ടിയതോടുകൂടി പോലീസുകാര് കരുണ അടുത്തതായിട്ട് വരാൻ പോകുന്ന സ്ഥലത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കരുണ വന്നതും പോലീസുകാർ അവനെ കൈയോടെ പിടിച്ചു. ഇതെല്ലാം തന്നെ മറന്നിരുന്ന് സ്വർണ്ണയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ കരുണ കരുതിയത് മറ്റാരോ തന്നെ ചതിച്ചതാണ്. ഭാഗ്യത്തിന് തന്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷപ്പെട്ടല്ലോ, അവര് തന്നെ പുറത്തിറക്കുമെന്നാണ്. എന്നാൽ കരുണ അകത്ത് പോയതോടുകൂടി അവന്റെ ഗ്യാങ്ങിൽ നിന്നെല്ലാം മാറി സ്വസ്ഥമായിട്ട് ജീവിക്കാനായിരുന്നു സ്വർണ്ണ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവൾ അനിയെ പരിചയപ്പെടുന്നതും അവനെ വിവാഹം കഴിക്കുന്നതും. പക്ഷെ അനിക്കോ അവന്റെ വീട്ടുകാർക്കോ തന്റെ പാസ്റ്റിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം തുറന്നു പറയണമെന്ന് അവൾ കരുതിയിരുന്നതാണ്. ഇപ്പോൾ തന്റെ പിറകെ വരുന്ന ഈ ആൾക്കാര് കരുണ അയക്കുന്ന ആൾക്കാരാണോ എന്ന് അവൾക്ക് ഡൗട്ട് ഉണ്ടെന്നും കിരൺമയോട് അവൾ പറയുന്നു. അതിനിടയ്ക്ക് ജയിലിൽ കിടന്ന കരുണയ്ക്ക് തന്റെ കൂട്ടത്തിൽ ഒരാളുടെ കോള് വരുന്നുണ്ട്. വെങ്കണ്ണ മരിച്ചുവെന്നും അവന്റെ ഡെഡ് ബോഡി ഒരിടത്തുനിന്ന് കിട്ടിയെന്നും പറയുന്നു. അവിടെ ഉണ്ടായിരുന്നത് ആ ജാൻസി തന്നെയാണ്. അതറിഞ്ഞതോടുകൂടി ജയിലിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് കരുണയാകട്ടെ ജയിലിൽ ഒരു തീപിടുത്തം ഉണ്ടാക്കുന്നു. ആ തീപിടുത്തത്തില് അവനും മരിച്ചുവെന്ന് വരുത്തി തീർക്കുന്നു. ഇവിടെ സ്വർണ്ണയാകട്ടെ ഇനിയും കിരൺമയെ ലോഡ്ജിൽ താമസിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് തന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. തന്റെ കൂട്ടുകാരിയാണെന്നും ഹസ്ബൻഡുമായിട്ട് കുറച്ച് പിണക്കത്തിലാ, കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ എന്നും അവള് ചോദിച്ചതും വീട്ടുകാരെല്ലാം അവളോട് നല്ല സ്നേഹത്തിലായതുകൊണ്ട് അവര് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് കല്യാണ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഒരു ദിവസം മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ഓട്ടോയില് അനൗൺസ്മെന്റ് പറഞ്ഞുകൊണ്ട് പോകുന്നത് സ്വർണ്ണ കേൾക്കുന്നുണ്ട്. അത് കരുണയുടെ വോയിസ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനും ഇത് കേൾക്കുന്നുണ്ട്. ആ വോയിസ് കേട്ട അടുത്തേക്ക് സ്വർണ്ണ പോയതും കരുണയുടെ ആൾക്കാർ അവളെ ആക്രമിക്കുന്നു. എന്നാൽ അവൾ അവരോട് പറയുന്നുണ്ട് കരുണ എവിടെയാണോ അവന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ. അവർ കരുണയുടെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ കരുണ പറയുന്നുണ്ട് എനിക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ലാന്നും ഞാൻ വിവാഹമൊക്കെ കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കുകയാണെന്നും ദൈവം ഇത് തന്നെ ഉപദ്രവിക്കരുതെന്നും. എന്നാൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും നമുക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാമെന്നും നീ എന്റെ കൂടെ വരണമെന്നും ഒക്കെ കരുണ നിർബന്ധിക്കുന്നുണ്ട്. സ്വർണ്ണ അവനോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നിന്റെ പാസ്റ്റിനെ പറ്റി നിന്റെ ഫാമിലിക്ക് അറിയില്ലല്ലോ, ഞാൻ അവരോടത് പറയണമെന്നൊക്കെ കരുണ അവളെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. സ്വർണ്ണ അവനോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. അവരെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടുണ്ടാകും. എനിക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നും തൽക്കാലം കരുണ അവളെ വിട്ടയച്ചു. ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ എങ്ങനെയെങ്കിലും തിരിച്ച് തന്റെ ഗ്യാങ്ങിലേക്ക് അവളെ കൊണ്ടുവരണമെന്ന് കരുണയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കരുണയുടെ ഈ അനൗൺസ്മെന്റ് പോലീസുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അനൗൺസ്മെന്റ് വന്ന ശേഷം ഒരു MLA ഈ ആൾക്കാർ കൊന്നിട്ടുണ്ടായിരുന്നുവെന്നും ഇവിടെ മന്ത്രി വരാൻ പോവുകയല്ലേ, അതിന് 2 ദിവസം മുമ്പേ ഇതേ അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരാരെങ്കിലും മന്ത്രിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നുണ്ടാകുമെന്നുമാണ് പോലീസുകാർ സംശയിക്കുന്നത്. അതുകൊണ്ട് അന്ന് അക്രമം നടത്തിയ ഗ്യാങ്ങിലെ അംഗങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ശരത്തും കൂട്ടരും എടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി മധുസൂദനും രാമയ്യയും തമ്മിൽ പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ട് കരുണയാകട്ടെ രാമയുടെ എതിരാളി മധുസൂദനെ പോയി കാണുന്നുണ്ട്. അയാളുമായിട്ട് ഒരു ഡീല് വെക്കുന്നു. രാമയ്യെ കൊല്ലാനായിരുന്നു മധുസൂദൻ കരുണയോട് പറയുന്നത്. ഇവിടെ രാമയ്യയാകട്ടെ മധുസൂദൻ നടത്തിയ സ്കാമിന്റെ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി മന്ത്രി വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണ്ണയും ചെല്ലുന്നു. പിറ്റേന്ന് രാവിലെ മന്ത്രി വരുന്നത് കാരണം അയാൾ അവിടേക്ക് പോയി. എന്നാൽ തന്റെ വീടിന്റെ ഫ്രണ്ടില് കരി വെച്ച് വരച്ചു വെച്ചിരിക്കുന്ന ചിഹ്നം സ്വർണ്ണ കാണുന്നുണ്ട്. ഇങ്ങനൊരു അടയാളം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും കൊല്ലുമെന്നാണ് അർത്ഥം. ഇത് കരുണയുടെ ഗ്യാങ്ങിന്റെ ഒരു രീതിയാണ്. അത് മനസ്സിലാക്കിയ സ്വർണ്ണയാകട്ടെ വീട്ടിൽ നിന്നും ആരൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നു. ശരത്ത് പോലീസ് സ്റ്റേഷനിലും അനിരുദ്ധ് ഹോസ്പിറ്റലിലും രാമയ്യ മന്ത്രി വരുന്ന സ്ഥലത്തേക്കുമാണ് പോയിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളെ കരുണ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി മീൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണ 2 വീലറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അനസൂയ വന്ന് അവളുടെ ബാക്കിൽ കയറുന്നുണ്ട്. നിങ്ങൾ നല്ല മീൻ എവിടെ വന്നാ വാങ്ങുന്നതെന്ന് എനിക്കും അറിയണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം സ്വർണ്ണ അവളെയും കൊണ്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. കരുണ ആരെയായിരിക്കും ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് സ്വർണ്ണ ആലോചിക്കുന്നു. ഒരു ഫാമിലിയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് കരുണ ആദ്യം ആ ഫാമിലിയുടെ തലവനായ രാമയ്യായിരിക്കും ആക്രമിക്കുന്നതെന്ന് ചിന്തിച്ച് അവള് രാമയ്യയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അനസൂയ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. മീൻ വാങ്ങണ്ടെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന സ്വർണ്ണ അവളോട് പറയുന്നുണ്ട് എനിക്ക് മീൻകറിയും വെക്കാൻ അറിയില്ല, വീട്ടിലൊരു ജോലിയും ചെയ്യാൻ അറിയില്ല, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതാ നല്ലതെന്ന്. അത് കേട്ടതും അനസൂയ പേടിച്ച് അവിടെ നിന്നും പോയി. അവിടെ ഒരു ഒഴിഞ്ഞ ബസ്സില് രാമയ്യെ കൊല്ലാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. സ്വർണ്ണ ബസ്സിൽ കയറി ഡ്രൈവറോട് ബസ് എടുക്കാൻ പറയുന്നു. എന്നിട്ട് അകത്തുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ തല്ലി തോൽപ്പിക്കുന്നുണ്ട്. മധുസൂദനൻ വിചാരിച്ചിരുന്നത് മന്ത്രി വരുമ്പോഴേക്കും രാമയ്യ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. എന്നാൽ ഗുണ്ടകളെ എല്ലാം തന്നെ സ്വർണ്ണം അടിച്ച് തോൽപ്പിച്ചതോടുകൂടി രാമയ്യ സേഫായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അയാൾ മധുസൂദനെതിരെയുള്ള പരാതി മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി മധുസൂദന് ഇനി ആ സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ദേഷ്യം വന്ന മധുസൂദനൻ വീണ്ടും വന്ന് കരുണയെ കാണുന്നു. അയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നും എനിക്ക് പകരം വീട്ടണമെന്നും പറയുന്നു. അതൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്നാണ് കരുണ പറയുന്നത്.
പറയുന്നത്. ഇവിടെ അനസൂയയ്ക്ക് സ്വർണ്ണയുടെ മേൽ ഡൗട്ട് തോന്നി. എല്ലാരും വിചാരിക്കുന്ന പോലെ അവൾ അത്ര പാവമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കിരൺമയെ അനസൂയയും ബുജിരാജും ചേർന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സ്വർണ്ണ ആരാണെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു പാസ്റ്റ് അവൾക്കുണ്ടെന്ന് മാത്രമേ കിരൺമയി പറഞ്ഞുള്ളൂ. ഇവിടെ ശരത്താകട്ടെ മുൻപ് നടന്ന അക്രമത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുമ്പോൾ കർണയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ജാൻസി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വർണ്ണയുടെ ഫോട്ടോയും കാണുന്നുണ്ട്. ശരത്തിന് സ്വർണ്ണയെ പറ്റി എല്ലാം മനസ്സിലായി. എന്നാൽ അവനായിട്ട് പോയി അവളോട് ചോദിക്കുന്നതിന് മുന്നേ കല്യാണ ഒരുക്കങ്ങൾക്കിടയിൽ അവളായിട്ട് വന്ന ശരത്തിനോട് കരുണയെപ്പറ്റിയും അവന്റെ ഗ്യാങ് ഈ കുടുംബത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി എല്ലാം തന്നെ പറയുന്നു. ഇതിനെല്ലാം കാരണം തന്റെ പാസ്റ്റ് ആണെന്ന് കൂടി അവൾ തുറന്നു പറയുന്നു. അതോടുകൂടി ശരത്ത് അവളുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ സ്വർണ്ണയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടയ്ക്ക് കരുണ അവിടേക്ക് വരുന്നു, സ്വർണ്ണയുടെ അങ്കിൾ ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആരും കാണാതെ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് ഇന്ന് രാത്രി നീ എന്റെ കൂടെ വരുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഈ കുടുംബത്തെ മുഴുവൻ ഞാൻ കൊന്നെടുക്കുമെന്നായിരുന്നു കരുണയുടെ ഭീഷണി. ഇനി ഇവരുടെ അടുത്ത് നിന്നും സത്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുന്നതാ നല്ലതെന്ന് സ്വർണ്ണയ്ക്ക് മനസ്സിലായി. അവൾ എല്ലാ സത്യങ്ങളും അനിരുദ്ധിനോട് തുറന്നു പറയുന്നു. അനാഥയായ തനിക്ക് ഒരു ഫാമിലി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നതെന്ന് അവൾ അവനോട് പറയുന്നു. ഇത്രയും കാലം ഇത് മറച്ചു വെച്ചതിലുള്ളൊരു പരിഭവം മാത്രമേ അനിരുദ്ധിനുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് കല്യാണമാണ്. കരുണ എന്തെങ്കിലും പ്രശ്നത്തിൽ വരുമെന്ന് സ്വർണ്ണയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ശരത്തിനോട് എല്ലാ സത്യങ്ങളും അവൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ജയിലിൽ നടന്ന തീപിടുത്തത്തില് കരുണ മരിച്ചിട്ടില്ല എന്നും അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നും ശരത്ത് തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഓർഡർ കിട്ടിയത് കാരണം ശരത്ത് പോയി കരുണയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം സ്വർണ്ണ അറിഞ്ഞതോടുകൂടി അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. പക്ഷെ എന്നാലും ഫാമിലിയെ എല്ലാ സത്യങ്ങളും അറിയിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തന്റെ പാസ്റ്റിനെ പറ്റി എല്ലാം തന്നെ വിവാഹശേഷം ഫാമിലി മെമ്പേഴ്സിനോട് തുറന്നു പറയുന്നു. അവൾ കാട്ടിലാണ് ജീവിച്ചിരുന്നതെന്നും തോക്കുപയോഗിക്കാൻ പഠിച്ചിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്, അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട ശേഷം താൻ അനാഥയായി മാറി, ഓർഫനേജിലാ വളർന്നത്. സാധാരണ ഒരു നല്ല മരുമകൾക്ക് വേണ്ട ഗുണങ്ങളൊന്നും തന്നെ പഠിപ്പിച്ചു തരാനൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആഹാരം പാകം ചെയ്യാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ അറിയില്ല. എനിക്ക് കുറച്ച് സേഫ് ആയിട്ട് തോന്നിയ ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അവിടെയും താൻ സേഫ് അല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടത്. പിന്നെയാണ് അനിരുദ്ധിനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം തന്നെ. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അനിരുദ്ധ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്. സാധാരണ മരുമകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന ഗുണങ്ങളൊന്നും അന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴും അതെനിക്കില്ലാന്നറിയാം. പക്ഷേ ഒരു ഗുണം മാത്രം എനിക്കുണ്ട്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ നീ ഞങ്ങളോട് എന്തിനാ പറയുന്നതെന്ന് ഇവർ ചോദിച്ചപ്പോൾ സ്വർണ്ണ പറയുന്നുണ്ട്, എന്റെ പാസ്റ്റ് ഇത്രയും കാലം എനിക്ക് മാത്രമേ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്റെ പാസ്റ്റ് കാരണം എന്റെ ഫാമിലിക്കും പ്രശ്നങ്ങൾ വരുന്നു എന്ന് കണ്ടതുകൊണ്ടാ ഞാൻ ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത്. ബുജിരാജു പറയുന്നുണ്ട്, നിങ്ങൾ കാരണം ഈ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ അത് കേട്ട് രാമയ്യ പറയുന്നുണ്ട്, അന്ന് എന്റെ രാഷ്ട്രീയ എതിരാളികള് എന്റെ ഫാമിലി ആക്രമിക്കാൻ വന്നല്ലോ. ഞാൻ കാരണവും ഈ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാകേണ്ടതായിരുന്നല്ലോ. ആ സമയത്ത് സ്വർണ്ണയല്ലേ എല്ലാവരെയും രക്ഷിച്ചത്. ഇന്നിപ്പോൾ ഇവള് കാരണം ഈ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇവളുടെ കൂടെ നിൽക്കണം. അയാള് പറഞ്ഞത് ശരിയാണെന്ന് അവർക്കെല്ലാം തോന്നി. അതുകൊണ്ട് എന്ത് വന്നാലും ഒരുമിച്ച് നേരിടാൻ അവർ തയ്യാറായിരിക്കുകയായിരുന്നു. കരുണയെ അറസ്റ്റ് ചെയ്തിട്ടും ഇവരെന്തിനാണ് ഈ പേടിച്ചിരിക്കുന്നതെന്നല്ലേ. പോലീസുകാര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് കരുണ ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും മധുസൂദന്റെ ആൾക്കാരും കരുണയുടെ ആൾക്കാരും ഒരുമിച്ച് ഇവിടേക്ക് ആക്രമിക്കാൻ വരും. സ്വർണ്ണയുടെ കാര്യങ്ങളെല്ലാം കേട്ടതും അനസൂയ സ്വർണ്ണയോട് വന്ന് സോറി പറയുന്നു. അവളോട് ഇപ്പോൾ അനസൂയയ്ക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. ഫാമിലി എല്ലാം സ്വർണ്ണയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ മധുസൂദന്റെ കരുണയുടെ ആൾക്കാര് അവിടേക്ക് ആക്രമിക്കാൻ വരുന്നു. എന്നാൽ സ്വർണ്ണ പറഞ്ഞ പ്രകാരം എല്ലാവരും വീട്ടിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളെല്ലാം കയ്യിലേക്ക് എടുത്തു. വീടിന്റെ ബാക്കി ഡോറുകളെല്ലാം അടച്ചിട്ട് ഒരു ഡോറ് മാത്രം തുറന്നിടുന്നു. ആ ഡോറ് വഴി ഗുണ്ടകൾ അകത്തേക്ക് കയറിയതും ഇവരെല്ലാവരും ചേർന്ന് ആക്രമിക്കാൻ ആരംഭിച്ചു. കുറെ നേരത്തെ ഫൈറ്റിനൊടുവില് രാമയ്യയ്ക്കും ശരത്തിനും ഒക്കെ പരുക്കുപറ്റി. കുട്ടികളെയും വൃദ്ധരെയും എല്ലാം തന്നെ ഒരു റൂമിലേക്ക് സേഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു അനിരുദ്ധ്. ബാക്കിയുള്ള ഗുണ്ടകളോടെല്ലാം തന്നെ സ്വർണ്ണ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവൾ ഷൂട്ട് ചെയ്യുന്നു. ഒടുവിൽ ഗുണ്ടകളും ഗണ്ണുമായിട്ട് അകത്തേക്ക് കയറി വന്നു തുടങ്ങി. സ്വർണ്ണ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ബാക്ക് ഡോർ വഴി രക്ഷപ്പെട്ടോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. എന്നാൽ ബുജിരാജുവും കിരൺമയും സ്വർണ്ണയെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ തന്നെ നിന്നു. അവരെല്ലാവരും ചേർന്നിട്ട് ഗുണ്ടകളെ നേരിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വർണ്ണ ഇവരോടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞു. ഒടുവിൽ സ്വർണ്ണ മാത്രമായിരുന്നു നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗുണ്ടകളെ എല്ലാം തന്നെ അവൾ വെടിവെച്ച് വീഴ്ത്തി. എന്നാൽ അവസാനമാണ് കരുണ അകത്തേക്ക് കയറി വരുന്നത്. കരുണയും അവളും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. എന്റെ ഫാമിലി ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കുത്താൻ തുടങ്ങി. എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും സ്വർണ്ണയ്ക്ക് നേരെ നീട്ടിയിരിക്കുകയായിരുന്നു കരുണ. നീ എന്നെ കുത്തുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഈ തോക്കിൽ നിന്ന് വെടിപൊട്ടി നീയും ചാവൂന്ന് കരുണ പറയുന്നുണ്ട്. എന്നാൽ ഫാമിലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കുത്തി. ആ നിമിഷം തന്നെ അവൻ അവളെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കരുണ മരിച്ചു. പക്ഷെ സ്വർണ്ണ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഫാമിലിയും തന്നെയും തേടി വന്ന പ്രശ്നത്തിൽ നിന്ന് സ്വർണ്ണ എല്ലാവരെയും രക്ഷിച്ചു. ബാക്കി എല്ലാവരെയും പോലെ അവളും ആ ഫാമിലിയിലെ നല്ലൊരു അംഗമായി മാറി. ഇപ്പോൾ അവിടുത്തെ പൂജ ചെയ്യാനും ശ്ലോകങ്ങൾ ചൊല്ലാനും എല്ലാം തന്നെ അവളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.